നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, വിഷുദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്. ഈ ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ബ്ലെസ്സിങ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ബ്ലെസ്സിങ് എന്താണ്. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ പൂർണ്ണമായും കാർഡ്സിന് നൽകുക. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തെയും നിങ്ങൾ ശക്തമോടെ നിങ്ങളതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സ്പിരിച്വലായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ സ്പിരിച്വൽ വേയിൽ കൂടുതൽ സ്ട്രെങ്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ചതിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളുടെ ശരിയായ രൂപം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് വരുന്ന മാറ്റം എന്താണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് വരുന്ന മാറ്റം എന്താണ്. ഓക്കെ, ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വീണ്ടും വരുന്നത്. ഒരു സ്ട്രെങ്താണ് കടന്നു വരുന്നത്. പുതിയ കാര്യങ്ങളിലേക്കുള്ള തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. സാമ്പത്തികപരമായി പുതിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കുന്നതായിരിക്കും. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, യൂണിവേഴ്സിറ്റി ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, റിലേഷൻ സംബന്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. റിലേഷൻ സംബന്ധമായിട്ട് നിങ്ങൾ ചില ജഗ്ലിംഗ് സിറ്റുവേഷനിലാണെങ്കിൽ, എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ ഒന്നാക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുണ കടന്നു വരുന്നതിനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയാണ് വരുന്നത്. പിണക്കത്തിലായിരിക്കുന്ന കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ പിണക്കങ്ങളൊക്കെ മാറി ഒന്നാകും. നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു വ്യക്തി കടന്നു വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, കരിയറിൽ എന്ത് മാറ്റമാണ് നിങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, കരിയറിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്കുണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, 9 ഓഫ് വാണ്ടിൻ്റെ എനർജി. ഓക്കെ, കരിയറിൽ നിങ്ങൾക്കൊരു സന്തോഷം കടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റി ഇല്ലാതെ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ചില ഗിഫ്റ്റുകൾ നിങ്ങളെ തേടിയെത്തുന്നു. അത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ഒരു പക്ഷേ ജോലിയിലെ പ്രൊമോഷനായിരിക്കാം, അല്ലെങ്കിൽ മേലധികാരികളുടെ ഇഷ്ടമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അപ്രിഷ്യേറ്റീവ് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ഇതുവരെയും നിങ്ങൾ തടഞ്ഞു വെച്ചിരുന്നതായിട്ടുള്ള ബന്ധനങ്ങൾ മാറിപ്പോകുന്നു. ജോലി സ്ഥലത്ത് നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അഫർമേഷനായിട്ട് നമുക്ക് വിഷു ദിനത്തിൽ പ്രവേശിക്കാം.